സംസ്ഥാനത്ത് ആദ്യമായി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന 37 സർക്കാർ സ്കൂളുകളിലെ 373 ക്ലാസ് റൂമുകളുടെ പ്രവൃത്തി പൂർത്തീകരണ ഉദ്ഘാടനവും എയ്ഡഡ് സ്കൂളിലെ 317 ക്ലാസ് റൂമുകളുടെ പ്രവൃത്തി ഉദ്ഘാടനവും 23-ാം തീയതി ചൊവ്വാഴ്ച ഏതാനും മിനിറ്റുകൾക്കകം കുഴിമണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ബഹുമാന്യനായ PK ബഷീർ MLA-യുടെ അധ്യക്ഷതയിൽ വയനാട് ലോക്സഭാ MP ശ്രീ രാഹുൽ ഗാന്ധി നിർവഹിക്കുകയാണ്. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3,40 ലക്ഷം രൂപയും ത്രിതല പഞ്ചായത്ത് PTA മാനേജ്മെന്റ് വിഹിതമായി ബാക്കി തുകയും ചേർത്ത് 4,49 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുള്ളത്. ചടങ്ങിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുകയാണ്. We can welcome Mr. Rahul Gandhi, Honorable MP of Wayanad constituency, to the stage. ബഹുമാന്യനായ MP ശ്രീ രാഹുൽ ഗാന്ധി ഇതാ നമ്മുടെ സ്കൂളിലേക്ക് നടന്നെടുക്കുകയാണ്. വെൽക്കം സർ. 2012 തുടക്കം കുറിക്കുകയും ആ കാലഘട്ടത്തിൽ ഈ മണ്ഡലത്തിലെ 9 സ്കൂളുകൾക്ക് സ്കൂൾ ബസ് നൽകുകയും MLA-യുടെ ഫണ്ടിൽ നിന്ന് സ്കൂൾ ബസ് പ്രൈമറി സ്കൂളുകൾക്ക് നൽകുകയും 1-ാം ക്ലാസ്സിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ആണ് അന്ന് ആ ബസ്സുകൾ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാ സ്കൂളുകളിലും നമ്മൾ കമ്പ്യൂട്ടർ മണ്ഡലത്തിലെ 121 വാർഡുകളിലെ എല്ലാ സ്കൂളുകളിലും MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ലഭ്യമാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് സ്കൂളുകളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ MLA തന്നെ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് അതിൻ്റെ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് സ്കൂളുകളിൽ നടത്തപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഈ 2017-18 MLA-യുടെ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്നും 3,45 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയും അതുപോലെ തന്നെ PTA മാനേജ്മെൻറ്റ് അതുപോലെ മറ്റ് ത്രിതല പഞ്ചായത്തിൻ്റെ വീതമായിട്ടുള്ള ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് മൊത്തം 4,49 ലക്ഷം രൂപയ്ക്കാണ് ഒരു നിയോജക മണ്ഡലത്തിൽ 1 മുതൽ 7 വരെയുള്ള ഗവൺമെൻറ് സ്കൂളുകൾ, ഈ മണ്ഡലത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ, അതുപോലെ തന്നെ അത് 373 ക്ലാസ് റൂമുകളാണ്. 1 മുതൽ 7 വരെ ഈ മണ്ഡലത്തിലെ ക്ലാസ് റൂമുകളാണ് ടൈൽസ് ഇട്ട് മനോഹരമാക്കിയ ഒരു പദ്ധതി പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടന കർമ്മവും. അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളുടെ 317 ക്ലാസ് റൂമുകൾ ഗവൺമെൻറ് സ്കൂളിനെയും എയ്ഡഡ് സ്കൂളിനെയും ഒരേ മാതിരി കൊണ്ടുകൊണ്ടാണ് MLA ക്ലാസ് റൂമുകൾ ടൈൽസ് ഇട്ട് മനോഹരമാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത്. 1 ഗവൺമെൻറ് സ്കൂളുകളുടെ പണി പൂർത്തീകരിച്ചു. 373 ക്ലാസ് റൂമുകൾ, 317 ക്ലാസ് റൂമുകളുടെ എയ്ഡഡ് സ്കൂളിൻ്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ്. അത് രണ്ടും MLA-യുടെ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്നാണ് ഈ ഫണ്ട് അനുവദിച്ചത്. എനിക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. അങ്ങനെ വരുമ്പോൾ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾ, പ്രൈമറി ക്ലാസ്സുകൾ ഇങ്ങനെ ഹൈടെക്കിന് സജ്ജമാകുമ്പോൾ 8 മുതൽ 12 വരെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിച്ചാൽ വരും കൊല്ലങ്ങളിൽ 2021, 2021, 2022 ആകുമ്പോൾ ഏറനാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും 1 മുതൽ 12 വരെയുള്ള ക്ലാസ് റൂമുകൾ ഹൈടെക് ആകുമെന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലായി ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. ബഹുമാനായ നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ MP രാഹുൽജി ഇന്ന് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 3ാമത്തെ പരിപാടിയിലാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത്. ഒന്ന് എടവണ്ണയിലെ എല്ലാവരുടെയും നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്ന എടവണ്ണ ക്യാൻസർ ആശുപത്രി, പാവപ്പെട്ട രോഗം ആർക്കും വരാതിരിക്കട്ടെ, പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ചികിത്സ സൗജന്യമായി ലഭിക്കുന്ന ആധുനിക രീതിയിലുള്ള സീരിയാജി ക്യാൻസർ സെൻ്ററിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീ രാഹുൽജിയും ഇന്ന് നിർവഹിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. എടവണ്ണ എത്തിങ്ങാൻ്റെ ഒരു പോളിടെക്നിക്കിൻ്റെ കെട്ടിടം 10 കോടി രൂപ ചെലവിലുള്ള ഒരു പോളിടെക്നിക്കിൻ്റെ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി അദ്ദേഹം ഈ പരിപാടി കൂടി പങ്കെടുക്കണം. ഒരു നിയോജക മണ്ഡലത്തിലെ 3 പരിപാടിക്ക് നമുക്ക് സമയം അനുവദിച്ച് നമുക്ക് സ്നേഹം നൽകിയ ബഹുമാനപ്പെട്ട രാഹുൽജിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാഹുൽജിയെ കുഴിമണ്ണ പഞ്ചായത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയാണ് അദ്ദേഹത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേറ്റത് എന്നുള്ള കാര്യം കൂടി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കൂടുതലായി ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമുക്കൊക്കെ പ്രിയങ്കരനും ആദരണീയനുമായ രാഹുൽജിയെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. സർ, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് വണ്ടർഫുൾ പ്രിവിലേജ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് രാഹുൽജി ഇൻ ദിസ് സ്പെഷ്യൽ ഒക്കേഷൻ, ദ ഇനാഗുറേഷൻ ഓഫ് ദ modernization of the 642 classrooms
in 65 schools, including government and aided schools from 1st standard to 7th standard. The young, dynamic and charismatic Rahul Gandhi is one of the star attractions of modern India politics. The hope of our country during this most critical condition of our nation. He is a relentless fighter and an ardent advocate of secularism. Always speak for the opposed and downtrodden people. As an MP, he has excelled our expectation. His presence has been felt every nook corner of Wayanad constituency since he has been elected as the MP from our constituency. I most welcome to Rahulji in these occasions. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി നിൽക്കുന്നത് നമുക്കൊക്കെ പ്രിയങ്കരനായ കേന്ദ്ര ഊർജ വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയായ ശ്രീ KC വേണുഗോപാൽജി അവരുകളാണ്. ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ MP പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് മറക്കാനില്ല. അരീക്കോട് ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അദ്ദേഹം പവർ മിനിസ്റ്ററായി സെൻട്രൽ ഗവൺമെന്റിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അന്ന് നമ്മുടെ പ്രിയങ്കരനായ MP ആയിരുന്ന MI ഷാനവാസിന്റെയും ശ്രമഫലമായി 50 ലക്ഷം രൂപ അരീക്കോട് സ്റ്റേഡിയത്തിന് പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ചത് ശ്രീ KC വേണുഗോപാൽ സാറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്. രാഹുൽജിക്ക് പ്രസംഗിക്കണം, നിങ്ങളായിട്ട് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ BPO രാജേഷ് അടക്കമുള്ള ഈ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ, ഹെഡ് മാസ്റ്റർമാർ, അതുപോലെ PTA പ്രസിഡന്റ്, SMC ചെയർമാൻ ഒക്കെ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറെ വ്യത്യസ്തമായ മണ്ഡലമാണ് നമ്മുടെ ഏറനാട് മണ്ഡലം. അത് ബഹുമാന്യനായ PK ബഷീർ സാഹിബ് നമ്മുടെ MLA ആണ് എന്നത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പുരോഗതി ഈ 5 വർഷം കൊണ്ട് നേടിയത് നമ്മുടെ മണ്ഡലത്തിലാണെന്ന് നമുക്കറിയാം. ഏതായാലും ഈ ഫംഗ്ഷന് കേരളത്തിൽ ഏറനാട് മണ്ഡലത്തിൽ 1 മുതൽ 7 വരെയുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ ഡസ്റ്റ് ഫ്രീ ആക്കുന്നതിൻ്റെ ഭാഗമായി ടൈൽ വർക്കുകൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ പൂർത്തിയാവുകയും എയ്ഡഡ് സ്കൂളുകൾ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുവാൻ പോവുകയാണ്. ഈ വേദിയിൽ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി അടക്കമുള്ള മുഴുവൻ അതിഥികൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈ സ്കൂളിന്റെ സ്നേഹോപഹാരം PTA പ്രസിഡന്റും പ്രിൻസിപ്പളും SMC ചെയർമാനും ഒരുമിച്ച് നൽകുകയാണ്. This is a token of love of this school on behalf of the people who gathered here. Thank you, sir. ചിത്രകാരനാണ് അക്ഷയ്. അദ്ദേഹം രാഹുൽജിക്ക് അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച ഫോട്ടോ കൊടുക്കുന്നതാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കനായ നമ്മുടെ MP രാഹുൽജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റം മുന്നേറ്റം ഉദ്ഘാടന കർമ്മം ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി നിർവഹിച്ചു കഴിഞ്ഞു. പ്ലീസ്. KC വേണുഗോപാൽ ജി, AP അനിൽ കുമാർ ജി, PK ബഷീർ ജി, VV പ്രകാശ് ജി, रुकिया शमशू जी, इस्माइल मुतदम जी, अधीरा सुदेव जी, शरीफा टीचर जी, brothers and sisters, students, friends, I'd like to welcome all of you here today. ഇതിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള സഹോദരിമാരെ, എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. I'm happy to say that Ernaad is the first assembly constituency in Kerala where all the classrooms from the first standard to the 7th standard have been renovated and converted to modern high-tech classrooms. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ
അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ക്ലാസ് റൂമുകൾ ഹൈടെക്കായി മാറ്റിയിരിക്കുന്ന നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ് റൂമുകളാക്കി മാറ്റി അത് പുനർനിർമ്മാണം ചെയ്തിരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മണ്ഡലമാണ് ഈ മണ്ഡലം എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. I must congratulate Bashir ji for the tremendous work he's done and making this a possibility. വിസ്മയകരമായ ഈ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുത്തതിന് നിങ്ങളെല്ലാം പ്രിയങ്കരനായ MLA ബഷീറിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. I think he's one of the most dynamic, enthusiastic MLAs in the state. ഞാൻ വിചാരിക്കുന്നത് ഈ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും ഊർജ്ജസ്വലനായിട്ടുള്ള ഭാവനാസമ്പന്നനായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു MLA ആണ് ശ്രീ ബഷീർ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. Who is constantly trying to help the people of his constituency. ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സഹായിക്കാനായിട്ട് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു MLA ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. You know the importance of education to any state or country. നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് എല്ലാ ഘട്ടങ്ങളിലും. And in our country there are many people who can afford very expensive education, and then there are millions of people who can't. നമുക്കറിയാം നമ്മുടെ രാജ്യം വലിയൊരു രാജ്യമെന്ന നിലയിൽ കുറച്ചു പേർക്ക് ഏറ്റവും ചെലവേറിയ വിദ്യാഭ്യാസം അത് നടപ്പിലാക്കാൻ കഴിയുന്നവരാണ് കുറച്ചു പേർ. പക്ഷേ ദശലക്ഷക്കണക്കിനായിട്ടുള്ള മറ്റു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ചെലവേറിയ വിദ്യാഭ്യാസം നടത്താൻ കഴിയാത്ത വണ്ണം പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ. And it is very important, if we want to build a strong country, that the poorest people have access to the most modern education possible. നമ്മളൊരു രാജ്യത്തിൻ്റെ ഭാവി ശക്തമാക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. So modernization and computerization, digitization of our institutions is very important. അത് ആധുനികവൽക്കരണവും കമ്പ്യൂട്ടർവൽക്കരണവും ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തു പകരാൻ. Through the internet you can learn things about the entire universe. നിങ്ങൾ ഇതിലൂടെ ഈ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ ഈ ലോകത്തെ മുഴുവൻ അറിയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് സംശയമില്ല. Your classroom is no longer just a building. Your classroom is a way to getting knowledge from the internet. നമ്മുടെ ക്ലാസ് മുറികൾ എന്ന് പറയുന്നത് കേവലം ഒരു കെട്ടിടത്തിലെ ഒരു മുറി മാത്രമല്ല, മറിച്ച് ലോകത്തിൻ്റെ വിസ്മയകരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഉപാധിയായിട്ട് ആ ക്ലാസ് റൂമുകൾ മാറ്റപ്പെടുകയാണ്. So I would ask the students to use the facilities to answer the questions that they have in their minds and to learn about things around them. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഈ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ ഈ സൗകര്യങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. But this modernization of the classroom should also lead to certain changes in our behavior. നമ്മുടെ സ്വഭാവത്തിലും ഇത്തരമൊരു ആധുനികവൽക്കരണം നടത്തുന്നതിലൂടെ നമ്മുടെ സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ അത് വരുത്താൻ സാധ്യതയുണ്ട്. We must never forget that true knowledge requires humility. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, യഥാർത്ഥമായിട്ടുള്ള അറിവ് കിട്ടണമെങ്കിൽ പുതിയ ആശയങ്ങൾ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. Arrogance is the worst thing for knowledge. അറിവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അഹങ്കാരമായിരിക്കും. A person who is arrogant, a person who believes he knows everything, can never be knowledgeable. അഹങ്കാരമുള്ള എനിക്കെല്ലാം അറിയാമെന്ന ഭാവമുള്ള വ്യക്തി, ആ വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും, സംശയമില്ല. So with all this new information that you're getting, you must always remember to be humble, to be kind, and to be affectionate to other people. നിങ്ങൾക്കെല്ലാം ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വളരെ വിനയമുള്ളവരായിരിക്കണം,
നിങ്ങൾ എല്ലാവരോടും സ്നേഹമുള്ളവരായി മാറണം, എല്ലാവരോടും നന്നായി പെരുമാറാൻ കഴിയുന്നവരായി മാറണം, എല്ലാവരെയും പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവരായി മാറണം എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം. If you are humble, you will not get angry, you will not hate people. നിങ്ങൾ വിനയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ല, നിങ്ങൾ ആരെയും വെറുക്കില്ല. If you are arrogant and you think you know everything, then when someone tells you something you did not know, you will get angry at them. നിങ്ങൾക്ക് അഹങ്കാരമുള്ളവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എല്ലാം അറിയുന്നവരാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്യും, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അത് നിങ്ങളെ മോശമായി ബാധിക്കുകയും ചെയ്യും. You will get angry when they show you the truth. നിങ്ങൾ സത്യം കാണുമ്പോൾ നിങ്ങൾക്ക് അന്നേരം ദേഷ്യം വരും. That is why true knowledge comes from a foundation of humility. അതായത് ശരിയായിട്ടുള്ള വിജ്ഞാനം വരണമെങ്കിൽ നിങ്ങൾക്ക് വിവേകത്തിൻ്റെ അടിത്തറയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അത് വിനയത്തിൻ്റെ അടിത്തറയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. And remember that no matter what you do, you are never doing it alone. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുക. There is always a number of people who have helped you do it. ഒരുപാട് പേര് എല്ലായ്പ്പോഴും നിങ്ങളെ സഹായിക്കാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. If I came here and I gave a speech and I did not understand that the speech is only possible because someone made the stage, because someone put the mic here, because the crowd came, I would not understand my reality. ഇപ്പം ഞാനിവിടെ വന്ന് പ്രസംഗിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയില്ല എങ്കിൽ, മൈക്കില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളെപ്പോലെ ഈ ഇത്രയും വലിയ ഒരു പൗരാവലി ഇത് കേൾക്കാനില്ലായിരുന്നുവെങ്കിൽ എനിക്കിവിടെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, എനിക്ക് പ്രസംഗിക്കാനോട്ട് കഴിയുകയും ചെയ്യില്ല. And if I didn't respect the person who put the stage up, I didn't respect the people who put the mic here, I didn't respect the people who are coming here to listen to me, I would not understand myself. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഈ മൈക്കും ഇവിടെ ഉണ്ടാക്കിയ ആളും സ്റ്റേജ് നിർമ്മിച്ച ആളും ഈ ജനക്കൂട്ടത്തെയും ഒക്കെ ഞാൻ ആദരിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. So remember, in your life there will be times when you will be successful. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം വിജയകരമാകുന്നെങ്കിൽ പലരും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. Never forget that you did not become successful alone. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെക്കൊണ്ട് മാത്രം നിങ്ങൾക്ക് വിജയകരമായ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. Many people are part of your success. പല ആളുകളും നിങ്ങളുടെ വിജയത്തിൻ്റെ ഭാഗമാകുന്നവരായിരിക്കും. Your friends, your teachers, നിങ്ങളുടെ സുഹൃത്തുക്കൾ, അധ്യാപകർ, your parents, രക്ഷകർത്താക്കൾ, your opponents, those who are against you. നിങ്ങളുടെ ശത്രുക്കളും അടക്കം. And that is how success really works. അതാണ് യഥാർത്ഥത്തിലുള്ള വിജയത്തിലേക്ക് നമ്മളെ നയിക്കുക. And that is why we have to be kind and affectionate to everybody around us. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടെയും ദയയോടെയും ഒക്കെ തന്നെ പെരുമാറണമെന്ന് പറയുന്നത്. I am confident that the students here will achieve great things in their life. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കുട്ടികളൊക്കെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വൻ വിജയങ്ങൾ നേടുന്നവരായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. And I'm grateful to the teachers who are going to make their success possible. ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് ഇവിടുത്തെ അധ്യാപകരോട്. ഈ കുട്ടികളെ വിജയത്തിലേക്ക് നയിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ എല്ലാ അധ്യാപകരോടും ഞാൻ പ്രത്യേകമായി നന്ദിയുള്ളവരാണ്. Thank you very much. All the best. Good wishes. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. Thank you, sir, for your memorable words.